ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ റീഗ്രേസ് ബ്ലസ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. നമ്മൾ ഇന്ന് ബിഹൈൻഡ് ദ ബ്ലസ് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ് വരുന്നത്. ബിഹൈൻഡ് ദ ബ്ലസ് സീരീസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുക്കുന്നതാണ്. ആൻഡ് ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. സെക്കൻഡ് എപ്പിസോഡ് എംപതി ബട്ട് നോട്ട് സിംപതി. ഇന്ന് തേർഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് റേ ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ റേ ഓഫ് ഹോപ്പ് എന്ന് പറയുമ്പോൾ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ കിരണങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ ഹോപ്പിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ ജോയ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള കാര്യം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഹോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഒപ്റ്റിമിസം അല്ലെങ്കിൽ എന്താണ് ശുഭപ്രതീക്ഷ അല്ലെ, ആ ഒരു പ്രത്യാശ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാഡ് സിറ്റുവേഷൻസിലും ഗുഡ് സിറ്റുവേഷൻസിലും നമുക്ക് പ്രതീക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗുഡ് സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നിലനിന്ന് പോകും എന്ന് നമുക്ക് വെറുതെയെങ്കിലും പ്രതീക്ഷിക്കാം. നമുക്കറിയാം ലൈഫ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും, സന്തോഷം സങ്കടം ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊന്നും നിലനിന്നിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ പോകുമായിരിക്കും, എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇതുപോലെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കുള്ള ഒരു പ്രതീക്ഷയായിരിക്കും നമ്മളെ ഒരു പക്ഷേ ഹാപ്പി ആക്കുന്നത്. അല്ല, ഒരു പ്രതീക്ഷ ഇല്ല ഒരു സാഹചര്യത്തിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ തോന്നുക, അയ്യോ ഇത് ഇപ്പം കഴിയും, അയ്യോ ഇപ്പോൾ ഒന്ന് ചിരിക്കാൻ പറ്റില്ല, ഇപ്പം സന്തോഷിക്കാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ പോവും, അടുത്തൊരു ദുഃഖം വരും, അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ മോശമായിട്ടുള്ള സിറ്റുവേഷൻസിൽ അപ്പോഴാണ് കൂടുതലും ഈ ഹോപ്പിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മളൊരു മോശമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിൽ പവറും ഭയങ്കരമായിട്ടുള്ള ഹോപ്പും വേണം. കാരണം അല്ലാത്ത നമ്മൾ അതിനകത്ത് പെട്ട് കിടക്കത്തേ ഉള്ളൂ. കാരണം നമുക്ക് ഒരിക്കലും അതിന് കരകയറി വരാൻ പറ്റില്ല ഹോപ്പ് ഇല്ലെങ്കിൽ. അപ്പോൾ ഈ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷേ അത് ഒരു പക്ഷേ നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലാകുമ്പോൾ നമുക്ക് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ചിലപ്പോൾ ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. ഒരു പക്ഷേ നമ്മളിവിടെ എന്താ പറയുക, തള്ളപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ കുറ്റക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറ്റമല്ലാതെ തന്നെയാണെങ്കിലും നമുക്ക് ചുറ്റും നമുക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും. ഈവൻ നമുക്ക് പ്രതീക്ഷിക്കുന്നൊരു വകുപ്പ് പോലും ഇല്ലാത്തൊരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ഹോപ്പ്, ഇത് നമുക്ക് എന്താ പറയുക, ആ ഒരു ഹോപ്പിൻ്റെ പുറത്ത് മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് വരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു പക്ഷേ നമ്മളിപ്പോൾ അത്രയും ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചയൊക്കെ ആയിട്ട് ഫേസ് ചെയ്ത് ഇരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ കുറേ കരയുമായിരിക്കും, അല്ലെ, കരഞ്ഞ് അല്ലെങ്കിൽ ഉള്ളിലായാലും പുറത്തേക്കായാലും ഒരുപാട് കരയും. അപ്പോൾ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ചിലർ കരയില്ല, ചിലർ കരയും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഉള്ളിൽ കുറേ വിങ്ങിപ്പൊട്ടി നമ്മൾ വിചാരിക്കും ഇനി നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് നമുക്കൊരു മോചനമില്ല, നമ്മൾ കരഞ്ഞ് മരിക്കും എന്ന് വരെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ ഇത്രയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെയോ ഒരു സെക്കൻഡത്തേക്കെങ്കിലും ഒരു പോസ് നമുക്ക് കിട്ടും. ഒരിക്കലും നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് കരയാനോ വിഷമിക്കാനോ പറ്റില്ല. അതാണ് റിയാലിറ്റി. നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്. അപ്പോൾ അത് ആരോ എവിടെന്നോ തരുന്നൊരു ആശ്വാസമാണ്. ചിലപ്പോൾ അതൊരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ സാഹചര്യം ആയിരിക്കണം എന്നില്ല, ഒന്നുമില്ല, സെയിം സിറ്റുവേഷനാണ്, സെയിം അവസ്ഥയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെന്നോ ഒരു പ്രത്യാശയോ അല്ലെങ്കിൽ ഒരു സമാധാനവും വരും. അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾ നേരത്തെ 2 എപ്പിസോഡ്സ് പറഞ്ഞ പോലെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ എംപതി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു ഹോപ്പ് തന്നെ ആരും പറയാണ്ട് തന്നെ ഇത് അതിനകത്തേക്കോടെ നമ്മളോട് വർക്കൗട്ട് ആകാൻ തുടങ്ങും, നമ്മൾ പോലും അറിയാതെ. കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പല സാഹചര്യത്തിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇത്. നമുക്ക് ഇവിടെ നിന്ന് കയറാൻ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു കുഞ്ഞൊരു പിടിവള്ളി, നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും, ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആൾക്കാരോ സാഹചര്യം ഒന്നും ആയിരിക്കില്ല ആ സമയത്ത് നമ്മുടെ സഹായത്തിനെത്തുക. അൾട്ടിമേറ്റ്ലി നമ്മളിപ്പോൾ ഈ ലോകത്തിലേക്ക് വിട്ടത് എന്തെങ്കിലും ഒരു ശക്തിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സയൻസിലോ അല്ലെങ്കിൽ ദൈവത്തിലോ ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പലരും പല തത്വശാസ്ത്രത്തിന് പുറക്കായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ലൈഫ് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ ഉദ്ദേശം ഫുൾഫിൽ ചെയ്യുന്നവരെ നമ്മളെ സഹായിക്കേണ്ടത് നമ്മളെ ഇങ്ങോട്ട് വിട്ട ആളിൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തകർന്നു പോകാനും എന്താ പറയുക, ഒരിക്കലും ഇങ്ങനെ താണു കിടക്കാനും ഒന്നും ആയിരിക്കില്ല ആ ഒരു ശക്തി ആഗ്രഹിക്കുന്നുണ്ടാവുക.
മാറും എന്തായാലും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വന്നാലും നമുക്ക് ഹോപ്പുള്ളവരായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് സിറ്റുവേഷൻസിലും ബാഡ് സിറ്റുവേഷൻസിലും നമുക്ക് ഹോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ബാഡ് സിറ്റുവേഷൻസിൽ നമുക്കറിയാം ഈ ഹോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് പലരും സൂയിസൈഡ് ചെയ്യുന്നതും പല അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും ദുശ്ശീലങ്ങളിലേക്ക് പോകുന്നതും തഴക്കദോഷങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹോപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഉള്ളിൽ ഹോപ്പ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ചുറ്റും നമുക്ക് ആ ഹോപ്പ് സ്പ്രെഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ചുറ്റും വ്യാപരിക്കുന്നവർക്കായാലും അവർക്ക് ഫീൽ ചെയ്യും ഈ ആൾക്ക് എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിൽ പവർ ഉണ്ട്, എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, എന്തുണ്ടെങ്കിലും എന്തോ ഒരു നല്ല രീതിയിലേക്ക് അത് വന്ന് ഭവിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ കണ്ടിട്ടായിരിക്കും നമ്മളെ ലൈഫിൽ നമ്മൾ ഓവർകം ചെയ്യാൻ കണ്ടിട്ടായിരിക്കും പക്ഷെ അവരുടെ ലൈഫിൽ ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഹോപ്പ് ഉണ്ട്. പക്ഷേ പല സമയത്ത് ഈ ഹോപ്പ് ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ഡൗണായി പോകും, നമ്മൾ വിഷമിച്ച് പോകും, അല്ലെങ്കിൽ നമ്മുടെ ഹോപ്പ് ഇല്ല എന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷേ ആ സമയത്തായിരിക്കും ഒരു പക്ഷേ നമ്മളുടെ ഉള്ളിൽ നല്ലൊരു ഹോപ്പ് ഉണ്ടെന്ന് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യമോടെ നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക എന്നുള്ളത് എന്തായാലും നമുക്ക് ജോയ്ഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു റേ ഓഫ് ഹോപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു ചെറിയൊരു കിരണം ഉണ്ടായാൽ മതി നമ്മുടെ ഹാർട്ടിലേക്ക്. ആ ഒരു ഹോപ്പിൻ്റെ ചെറിയൊരു ഇത് കടന്നു വന്നാൽ മതി. നമുക്കൊരിക്കലും നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ തകർന്ന് പോകില്ല എന്നുള്ളത് ഡെഫിനറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ജോയ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോപ്പ് ഉള്ളിലുണ്ടെങ്കിൽ ആ ഹോപ്പ് എന്തായാലും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും ചുറ്റിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ചുറ്റുമുള്ളവർക്കും ഹോപ്പ് വരും. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാം. നമ്മളായിരിക്കുന്ന എവിടെയാണെങ്കിലും അവിടെ ഈ സന്തോഷം, നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം, നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രതീക്ഷ എല്ലാം നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുക്കാം. കാരണം പല സമയത്ത് നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ ചുറ്റും നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെ. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിരിക്കുന്നുണ്ടാവും. പക്ഷേ ആലോചിക്കുക, നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഓൾറെഡി നല്ലതോ പൊട്ടിയായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊരു നെഗറ്റീവ് അടിച്ചുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പോസിറ്റീവ് ആയിട്ടൊന്നും സംഭവിക്കാൻ പോകില്ല, അവരെയും കൂടെ നെഗറ്റീവ് അടുപ്പിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊക്കെ നമ്മൾ ഒരു പ്രതീക്ഷയുടെ പുറത്ത് നമ്മളതെല്ലാം വിട്ട് കളഞ്ഞ് കുറേയൊക്കെ നമ്മൾ കണ്ണടച്ച് കുറേയൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞ് കുറേയൊക്കെ നമ്മൾ ക്ഷമിച്ച് കുറേയൊക്കെ നമ്മൾ മറന്ന് നമ്മൾ ചിരിക്കാൻ ശ്രമിച്ച് നോക്കിയുള്ളൂ. ഒബ്വിയസ്ലി അതിലൊരുപാട് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ചുറ്റും. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഹോപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ നിറയാനും ആ ഒരു ഹോപ്പ് കൊണ്ട് ചുറ്റുമുള്ളവർക്ക് ആ ഒരു ഹോപ്പ് പകർന്നു കൊടുക്കാനും എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും തരാതെ ഈ ഒരു ഹോപ്പ് കൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഹോപ്പ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെയും നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തെയും മാറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിക്കാം. ഇനിയും മുന്നോട്ടുള്ള ഓരോ നിമിഷവും നമുക്ക് ഹോപ്പോടുകൂടെ നമുക്ക് ജോയ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്. ഹാവ് എ ഗുഡ് ഡേ and take care. Thank you and see you in the next episode of Behind the Bliss with another topic. Bye.